Good morning, students. Today we will move to the second unit of the syllabus. So, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്തത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് രണ്ട് തരത്തിലുള്ള ഫ്രെയിംസ് ഓഫ് റെഫറൻസ് പറഞ്ഞു. ദാറ്റ് ഈസ് ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ. സോ ബേസിക്കലി ഇനേർഷ്യൽ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ വാലിഡ് ആവുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. ഈ ന്യൂട്ടൺസ് ലോ വാലിഡ് അല്ലാത്ത, അതായത് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഇതിൽ ഇക്വേഷൻ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഫ്രെയിംസ് ഓഫ് റെഫറൻസിന് നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയും. അതിൽ അപ്പോൾ അതിൽ നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അതെല്ലാം നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ഇനി സോ now we are moving to the second unit of the syllabus, that is conservation of energy and momentum. Conservation laws. Okay, basically നമ്മൾ കൺസർവേഷൻ ലോസ് എന്ന് പറയുമ്പോൾ സംതിങ് റിമെയിൻ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി റിമെയിൻസ് ഇൻവേരിയൻറ്റ്, അത് നമ്മൾ മാറുന്നില്ല. ഇൻവേരിയൻ്റ് എന്നല്ല, സം വിൽ ബി കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൺസർവേഷൻ ലോസ് നമ്മൾ കേട്ടിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ചാർജ്, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൺസർവേഷൻ ലോസ്? ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് രണ്ട് പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ രണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു, u1 u2 രണ്ട് വെലോസിറ്റി ആണെങ്കിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റികളെല്ലാം മാറും. ഓക്കെ, സപ്പോസ് ഇഫ് ദാറ്റ് ഈസ് v1 and v2. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ എവിടെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ഇപ്പം നമ്മൾ രണ്ട് പാർട്ടിക്കിളിന്റെ കൊളിഷൻ മാത്രമാണ് ഇപ്പം ഞാൻ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞത്. അപ്പോൾ പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പാർട്ടിക്കിളിന്റെയും വെലോസിറ്റിയും അല്ലെങ്കിൽ അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. എന്നാൽ മാത്രമേ ഈ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ കാൽക്കുലേഷൻ കോംപ്ലക്സിറ്റി വളരെ കൂടുതലായിട്ട് വരും. ഓക്കെ, പക്ഷേ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ബിഹേവിയർ നോക്കാനായിട്ട് വി ക്യാൻ യൂസ് ഇത്രയും ടീഡിയസ് കാൽക്കുലേഷൻ ചെയ്യാണ്ട് തന്നെ കൺസർവേഷൻ ലോസ് വെച്ച് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ് ഓഫ് ഫോഴ്സിന്റെ എക്സാക്ട് നേച്ചർ അറിയില്ലെങ്കിൽ പോലും you can apply conservation laws. അല്ലെങ്കിൽ ഒരു സംഭവം എന്താ പറയുക, നടക്കുമോ നടക്കില്ലേ എന്നുള്ളത്, ഒരു റിയാക്ഷനോ എന്തെങ്കിലും നടക്കുമോ നടക്കില്ലേ നോക്കണമെങ്കിൽ നമുക്ക് ഈ കൺസർവേഷൻ ഓഫ് എനർജി എന്തെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ലോ. ഓക്കെ, ഇനി ഇതിൽ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വി വിൽ കവർ കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഇത് മൂന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യും. ബേസിക്കലി മെക്കാനിക്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ ഈ എനർജി പറയുന്നതിന്റെ മുമ്പേ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് വർക്ക് ഡൺ. എന്താണ് വർക്ക് ഡൺ? ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വർക്ക് ഡൺ മീൻസ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് ദർ ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് എക്സ്പീരിയൻസ് ബൈ ദ ബോഡി, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ബോഡിയുടെ മുകളിൽ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഓക്കെ, അപ്പൊ പറയൂ ദർ ഇസ് എ വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് ആൻഡ് ദാറ്റ് വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ ദാറ്റ് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ആ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രൊഡക്റ്റ് ആണ് വർക്ക്. നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, അതേ ഡയറക്ഷനിൽ അതിന് എസ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ദെൻ വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ W ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്.
ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത്, W equal to F into S. Okay. Now, ഇനി ചില കേസിൽ ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻ അനദർ ഡയറക്ഷൻ, ഫോഴ്സ് ഈസ്, അത് രണ്ടും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക, തീറ്റ. ഓക്കെ. സോ അപ്പോൾ ആ കേസിൽ വർക്ക് ഡൺ ഈസ് ഡിഫൈൻഡ് ആസ് the component of force along the displacement direction, the product of component of force along the direction of the displacement and the displacement s. അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ അതേ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എസ് കോസ് തീറ്റ ആയിരിക്കും. സോ എസ് കോസ് തീറ്റ ഇൻറ്റു എസ്, ദാറ്റ് വിൽ ബി വർക്ക് ഡൺ. ഇതാണ് ഞാൻ രണ്ടാമത്തെ എക്സ്പ്രഷൻ ആക്കി തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് അതിനെ എഴുതാം W equal to എഫ് എസ് കോസ് തീറ്റ അത് എഴുതാൻ പറ്റും. ഇനി അത് വെക്ടോറിക്കൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ്സ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്ക് ഡൺ W equal to F dot S. ഇതിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. ഇനി അപ്പൊ രണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വർക്ക് വിൽ ബി 0. ഓക്കെ, ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ജൂൾ. അതേപോലെ ഓക്കെ, അപ്പോൾ ഫിസിക്കൽ നമ്മൾ എന്താ പറയുക, ഒരു ലിറ്ററൽ മീനിങ് ഓഫ് വർക്കും ഫിസിക്സിലുള്ള മീനിങ്ങും രണ്ടും ഡിഫറെൻ്റ് ആണ്. അതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പോർട്ടർ ഒരു വെയിറ്റ് തലച്ചുമട് എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ അയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാ? എക്സാക്ട്ലി എന്താ പറയാ, ഗ്രാവിറ്റി നേരെ താഴേക്കാണ്. അപ്പൊ അയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഡയറക്ട്ലി അപ്വേർഡ്. Then if he is moving in a horizontal direction, അയാൾ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെറുതെ നടന്നു പോവാണെന്നുണ്ടെങ്കിൽ the displacement എന്താ പറയാ, ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. കാരണം നേരെ പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അയാൾ പോകുന്നത് നേരെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ഒന്ന് വെർട്ടിക്കൽ. സോ ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ വർക്ക് ഈസ് സെറ്റ് ടു ബി 0. ഓക്കെ, അപ്പൊ ആ കേസിൽ എന്താ, വർക്ക് 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു പോർട്ടർ അടുത്ത് പോയി പറയാൻ പറ്റില്ല, നിങ്ങൾ വർക്കൊന്നും ചെയ്തില്ല, നിങ്ങൾക്ക് കാശ് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അവിടുത്തെ മീനിങ് ആ മീനിങ്ങിലല്ല നമ്മൾ ഫിസിക്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിൽ ഫോഴ്സ് വരണം, എന്നാൽ മാത്രമേ അതിന് വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ ദ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ വർക്ക് ഡിഫൈൻ ചെയ്തു. നൗ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി സോറി, അപ്പൊ ഞാനിപ്പോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ഞാനിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. ഓക്കെ, ദെൻ വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇപ്പൊ ഒരു 10 മീറ്റർ നീങ്ങി, ഞാനൊരു എഫ് ഫോഴ്സ്, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. 10 മീറ്റർ നീങ്ങുന്ന സമയത്ത് അത്രയും എൻ്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഇൻറ്റു ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സപ്പോസ് നൗ ഐ ഹാവ് എ വേരിയബിൾ ഫോഴ്സ്. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വർക്ക്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫോഴ്സ്. ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഫോഴ്സ് മാറുന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം, എസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ. അപ്പൊ ഈ രണ്ട് പാർട്ടിക്കിളിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് മാറുകയാണെന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ സ്മോൾ ആർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് മാറുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് മാറിയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഈ രണ്ട് പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരുന്തോറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടിക്കൂടി വരും. both particles are approaching, the gravitational force will increase. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അങ്ങനെ തന്നെയാണ്. അവിടെയും 1/r² ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അടുത്ത് വരുന്തോറും ഫോഴ്സ് കൂടി വരും. മാഗ്നറ്റിക് ഫോഴ്സ് അതും ഇതേ r² ഡിപ്പെൻഡൻസ് ആണ്. അപ്പോൾ 1/r² ഡിപ്പെൻഡൻസ്. അപ്പൊ അവിടെയും അടുത്ത് വരുന്തോറും ഫോഴ്സ് കൂടി വരും. ഓക്കെ, അപ്പോൾ ദൂരെ ഇരിക്കുന്ന പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ
അവിടുത്തെ ഫോഴ്സ് കുറവായിരിക്കും, അപ്പം മെല്ലെയാണ് അടുത്തേക്ക് വരുള്ളൂ, ആക്സലറേഷൻ കുറവായിരിക്കും. ദെൻ അത് അടുത്തേക്ക് വരുന്തോറും എന്ത് ചെയ്യും, സ്പീഡ് കൂടി, ആക്സലറേഷൻ കൂടി കൂടി വരും, കാരണം ഫോഴ്സ് കൂടി കൂടി വരുന്നുണ്ട്. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വേരിയബിൾ ഫോഴ്സ്. ഇനി വേറെ എക്സാമ്പിൾ ആണ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സ്പ്രിങ്. ഒരു സ്പ്രിങ് എടുത്തിട്ട് നമ്മൾ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പൊ സ്പ്രിങ്ങിന് ഒരു മീൻ പൊസിഷൻ ഉണ്ടായിരിക്കും, അതിന്റെ ഒറിജിനൽ ലെങ്ത് ഉള്ള ഒരു പൊസിഷൻ. അതിലായിരിക്കും അതിന് എന്താ പറയുക, ഏറ്റവും അവിടെ എന്ന് പറയുന്നത് ഫോഴ്സ് 0 ആയിരിക്കും ആ പൊസിഷനിൽ. ആ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുകിലോ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക. സ്പ്രിങ്ങിന്റെ കേസിൽ ഒന്ന് വലിച്ചു പിടിക്കുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക, രണ്ടാണെങ്കിലും ഫോഴ്സ് കൂടും. ഓക്കെ, അപ്പോൾ ആ മെയിൻ പൊസിഷനിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നത്, അതാണ് എഫ് ഈക്വൽ ടു -kx. ഓക്കെ, എക്സ് ഡിസ്പ്ലേസ്മെന്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫോഴ്സ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് കോൺസ്റ്റന്റ്, എക്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരും. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ്, മീൻ പൊസിഷനിലാണെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, അവിടുത്തെ കേസിൽ ഗ്രാവിറ്റി പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫോഴ്സ് ആയിരിക്കും. ദെൻ അത് അടുത്തേക്ക് വരുന്നതോറും ഫോഴ്സ് കുറഞ്ഞ് 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിലും ഇറ്റ്സ് എ വേരിയബിൾ ഫോഴ്സ്, പല പൊസിഷനിൽ പല ഫോഴ്സ് ആണ്. അപ്പൊ നേരത്തെ പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോർമുല എഴുതാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ, ഒരു പെർട്ടിക്കുലർ പൊസിഷൻ എടുക്കുക. ഓക്കെ, അവിടുന്ന് ഇഫ് ഇറ്റ് മൂവ്സ് എ സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്, ഒരു ചെറിയ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഫോഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ ഒരു ഏരിയയിൽ മാത്രം, അത്രയും ചെറിയ ഏരിയയാണ് ഡെൽറ്റ എക്സ്. അപ്പൊ അവിടുത്തെ ഫോഴ്സുകൾ ആൾമോസ്റ്റ് സെയിം ആണ്. സോ എഫ് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു. സോ ഡെൽറ്റ ഡബ്ല്യു, അപ്പൊ അത്രയും ദൂരം നീങ്ങാൻ ആവശ്യമായ വർക്ക് ഡൺ, സ്മോൾ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് ഡെൽറ്റ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ ഓരോ പൊസിഷനിലെ ഫോഴ്സും അവിടുത്തെ ഡെൽറ്റ എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ എഫ് ഡെൽറ്റ എക്സ്. ഇതായിരിക്കും ടോട്ടൽ വർക്ക് ഡൺ. ഓക്കെ, അല്ലെങ്കിൽ അതിന് സിഗ്മയ്ക്ക് പകരം നമുക്ക് കണ്ടിന്യൂസ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ മാത്സിൽ പഠിച്ചതാണ്. സോ ടോട്ടൽ വർക്ക് ഡൺ ഫ്രം എ പൊസിഷൻ 1 ടു പൊസിഷൻ 2, അതിനെയാണ് ഞാൻ W12 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്ന് 2 എന്ന് പറയുന്ന ഒരു പൊസിഷൻ വരെ മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇന്റഗ്രേറ്റിംഗ് ഫ്രം x1 ടു x2 f dx. അപ്പൊ പൊസിഷൻ x1 മുതൽ x2 വരെ മൂവ് ചെയ്യും. അപ്പൊ അവിടെ ഓരോ ഫോഴ്സ് ഇൻറ്റു അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എഫ് ഡി എക്സ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ. അപ്പൊ കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസിൽ പറഞ്ഞു, അപ്പോൾ അവിടെ നമ്മുടെ ഇന്റഗ്രേഷൻ ഒന്നും വരില്ല, കാരണം കോൺസ്റ്റന്റ് ആണ്. സോ നോ നീഡ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി വേരിയബിൾ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ x1 ടു x2 എഫ് ഡി എക്സ്, ഇതാണ് വർക്ക്. ഓക്കെ, കോൺസ്റ്റന്റ് ഫോഴ്സും വേരിയബിൾ ഫോഴ്സും പറഞ്ഞു. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ എഴുതിയിരുന്നത് ഞാൻ എക്സ് എന്ന് പറയുന്നത് ഒറ്റ ഡയറക്ഷനിൽ എടുത്തുള്ളൂ. സോ ഇൻ ജനറൽ, ഓക്കെ, ഇൻ ജനറൽ എന്താ പറയാ, നമുക്ക് എഴുതാൻ പറ്റും അതിനെ W ഈക്വൽ ടു ഇന്റഗ്രൽ 1 ടു 2 ഫ്രം പൊസിഷൻ 1 ടു പൊസിഷൻ 2 എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതാൻ പറ്റും. എക്സ് ഡയറക്ഷനിൽ മാത്രമല്ല, ഒരു ആർബിട്രറി ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ഡി എക്സിന് പകരം ഡി ആർ എന്ന് എടുത്താൽ മതി. എഫ് ഡോട്ട് ഡി ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ വർക്ക് ഡൺ. അപ്പൊ അതിൽ ഡി ആർ ഒക്കെ യൂഷ്വൽ മാത്തമാറ്റിക്സ് ആണ്. സോ ഡി ആർ ഈസ് റെപ്രസെന്റഡ് ബൈ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ആൻഡ് ഫോഴ്സിനും നമ്മൾ 3 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് സെഡ് കെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടിയിട്ട് നമ്മുടെ വർക്ക് ഡണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ W12 ഈക്വൽ ടു ഇന്റഗ്രൽ 1 ടു 2 എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് ഐ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ്. ഇത് രണ്ടും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പൊ ഐ ഡോട്ട് ഐ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ എഫ് എക്സ് ഡി എക്സ് വരും, ഇവിടെ ജെ ഡോട്ട് ജെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ എഫ് വൈ ഡി വൈ വരും, ഇവിടെ എന്താ പറയുക എഫ് സെഡ് ഡി സെഡ് വരും. സോ ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. അപ്പൊ നമ്മൾ വർക്ക് ഡണിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി
you will see energy. Okay. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. Okay. So energy is basically the capacity to do work. ഒരു ബോഡിക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു മെഷറാണ് എനർജി. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എനർജിയുടെ യൂണിറ്റ് ബേസിക്കലി വർക്കിന്റെ യൂണിറ്റ് ആയിട്ട് തന്നെ വരും. യൂണിറ്റ് വിൽ ബി ജൂൾസ്, സെയിം യൂണിറ്റ് ആയിരിക്കും. ആൻഡ് ഇഫ് യു ആർ സ്റ്റഡിയിങ് മെക്കാനിക്സ്, നമ്മൾ മെക്കാനിക്സ് ആണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി മെക്കാനിക്കൽ എനർജി മാത്രമേ നമ്മളിപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നുള്ളൂ. പലതരത്തിലുള്ള എനർജി ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതിന് കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ ബേസിക്കലി മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് രണ്ടും മാത്രമാണ് നമ്മൾ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ എല്ലാവർക്കും അറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ എനർജി പൊസസ്ഡ് ബൈ മോഷൻ. ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ. Then potential energy is the energy possessed by position or state. Basically അതിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. ഒരു സ്പ്രിങ്ങിലാണെന്നുണ്ടെങ്കിൽ വലിച്ചു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ച്ഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് കൊണ്ട് അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ആവും. ഓക്കെ. അപ്പോൾ വെറും ഹൈറ്റ് മാത്രമല്ല പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. MGH ബേസിക്കലി നമ്മൾ MGH എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ബേസിക്കലി ഡ്യൂ ടു ദ ഹൈറ്റ്. അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിലാണെങ്കിലും അതും പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. ഓക്കെ. So energy possessed by a position or state of strain, that is called state of strain. Okay. State of strain, that is called potential energy. ഇനി ഇതിൽ തന്നെ നമുക്ക് കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി എന്താന്ന് പറഞ്ഞു നമ്മൾ പൊസസ്ഡ് ബൈ മോഷൻ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. K = ½ mv², അല്ലെങ്കിൽ p²/2 എന്ന് എഴുതാം. where p is the momentum. Okay. ഇത് രണ്ടും കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന എനർജിയും ഫോഴ്സും അതിന്റെ കേസുകളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഈ ഫോഴ്സുകൾ തന്നെ പല ഫ്രെയിമിലും പല ഫോഴ്സുകളാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ന്യൂട്ടൺസ് ലോ വാലിഡ് ആയിരിക്കില്ല നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ എന്ന് പറഞ്ഞു. ഓക്കെ. അതുപോലെ ഈ ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന വെലോസിറ്റി ആയിരിക്കില്ല മറ്റേ ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന വെലോസിറ്റി. ഈ ഫ്രെയിമിലെ ഈ പൊസിഷൻ വെക്ടർ ആയിരിക്കില്ല മറ്റേ ഫ്രെയിമിലെ പൊസിഷൻ വെക്ടർ. അപ്പൊ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസും നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഒന്നും ഇവിടെ തൽക്കാലം വേണ്ട. ബിക്കോസ് വി ആർ അസ്യൂമിങ് ദാറ്റ് വി ആർ ഡീലിംഗ് ഇൻ എ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ഒബ്സർവേഷൻസ് എല്ലാം ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചാപ്റ്ററിലുള്ള കൺഫ്യൂഷനുകളൊന്നും വേണ്ട. ഫോഴ്സിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ. മറ്റേത് ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, വെലോസിറ്റിയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, ആക്സിലറേഷന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ആ കൺഫ്യൂഷനുകളൊന്നും ഇവിടെ വേണ്ട. These measurements are done in an inertial frame of reference. Okay, we'll come back to the discussion. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിയുടെ കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ½ mv², where m is the mass, v is the velocity of the particle. Okay, just go to the next slide. ഇനി we will go to the work kinetic energy theorem, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വർക്ക് എനർജി തിയറം എന്നും പറയും. അപ്പോൾ വർക്ക് എനർജി തിയറം നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ വർക്കിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. വർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി അതൊരു വേരിയബിൾ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ x1 to x2 f dx ആണ്. ഓക്കെ. ദാറ്റ്സ് വർക്കിന്റെ എക്സ്പ്രഷൻ എഴുതിയത് മാത്രം. ഞാൻ ചെറിയൊരു അസംഷൻ നടത്താണ്. ദ ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. എന്ത് ചെയ്താൽ മതി? എഫിന് പകരം എനിക്ക് എം കൊടുക്കാം, മാസിന്റെ ആക്സിലറേഷൻ ഇൻറ്റു ഡി എക്സ്. അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ എം എ പുറത്തേക്ക് എടുക്കാം. എം എ പുറത്തേക്ക് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ എം എ ഇൻറ്റു എക്സ്, ബേസിക്കലി x2 - x1. ആ ഡിസ്പ്ലേസ്മെന്റിനെയാണ് ഞാൻ എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എഫ് ഇൻറ്റു എസ്, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്റഗ്രൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല.
എഫ് ഇൻറ്റു എസ്. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്ന എം എ, ഡിസ്പ്ലേസ്മെന്റിന് ഞാൻ എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. സോ എം എ ഇൻറ്റു എക്സ്. സോ ദാറ്റ് ഇസ് ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ടെ എക്സ്പ്രഷൻ. ഇനി ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് ആക്സിലറേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? എ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സോ ദാറ്റ് ഈസ് ആക്സിലറേഷൻ. അല്ലെങ്കിൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, ആ ഫോർമുലയിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷനിലുള്ള എയുടെ വാല്യൂ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ദെൻ എക്സിന്റെ വാല്യൂ, എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല നമുക്കറിയാം, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, യു എന്ന് പറയുന്നത് ഞാനിവിടെ V1 എന്നാണ് എടുത്തിരിക്കുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി. സോ എക്സ് ഈക്വൽ ടു V1t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എയുടെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്, ഇതെടുത്ത് തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു V1t പ്ലസ് ഹാഫ് എക്ക് പകരം V2 മൈനസ് V1 ബൈ ടി ഇൻറ്റു സ്ക്വയർ. അപ്പോൾ ഒരു ടി ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹാഫ് ടി ഇൻറ്റു V1 പ്ലസ് V2. Okay, so basically average velocity into time. So that will be the displacement x. Okay, അപ്പോൾ എയുടെ എക്സ്പ്രഷനും കിട്ടി, എക്സിന്റെ എക്സ്പ്രഷനും കിട്ടി. ഈ രണ്ടും തിരിച്ച് ഡബ്ല്യുവിന്റെ എക്സ്പ്രഷനിൽ കൊണ്ടുപോയിടാം. എം എ ഇൻറ്റു എക്സ് എന്നാണ്. സോ ഡബ്ല്യു ഈക്വൽ ടു എം ഇൻറ്റു എക്ക് പകരം V2 മൈനസ് V1 ബൈ ടി ഇൻറ്റു എക്സിന് പകരം ഹാഫ് ടി ഇൻറ്റു V1 പ്ലസ് V2. അപ്പോൾ ഒരു ടി ക്യാൻസൽ ആയി പോയി, ഹാഫ് എം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ V2 മൈനസ് V1 ഇൻറ്റു V2 പ്ലസ് V1. ഓക്കെ, സോ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ഡബ്ല്യു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ, അല്ലെങ്കിൽ ഹാഫ് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ MV2 സ്ക്വയർ മൈനസ് ഹാഫ് MV1 സ്ക്വയർ. That is, this is the final kinetic energy and this is the initial kinetic energy. So work done is basically change in kinetic energy. W equal to K2 minus K1. Okay. So this is basically work energy theorem. Okay. ഇപ്പോൾ ഒരു വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ വർക്കും കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ്, ചേഞ്ച് ഇൻ ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയിലുള്ള ഡിഫറൻസ്, that will be equal to the work. Okay, so this is known as work energy theorem. That is basically ഞാൻ അവിടെ അതന്നെ എഴുതിയിരിക്കുന്നത്. So work done by a force acting on a body is equal to the change in kinetic energy of that body. So that is work energy theorem. So W equal to basically K2 minus K1. Okay, അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതിലെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വെൻ എ ഫോഴ്സ് F equal to 10I plus 20J minus 30K Newton acting on a particle of mass 1 kilogram gets displaced from R1 R2 രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. അതിന്റെ പൊസിഷൻസ് തന്നിരിക്കുന്നത്, പൊസിഷൻ കോർഡിനേറ്റ് XYZ. Then if the velocity of the particle at R1, first പൊസിഷനിലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്, I plus 2J minus 3K. Okay, what is the kinetic energy of the particle at second പൊസിഷൻ? അപ്പൊ സെക്കൻഡ് പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡ് എടുക്കാം. അപ്പൊ അതിൽ നമുക്ക് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. സോ 10I plus 20J minus 30K, 3 ന്യൂട്ടൺ. ഫസ്റ്റ് പൊസിഷൻ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ റൈറ്റ് ദ ഫസ്റ്റ് പൊസിഷൻ വെക്റ്റർ R1 equal to minus 5I minus 2J plus 3K, 3 മീറ്റർ. അതായിരിക്കും അടുത്തത്. ഇനി R2 എന്ന് പറയുന്നത് അതേപോലെ അതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ പൊസിഷൻ വെക്റ്റർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 7I plus 3J plus 8K.
അതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിലുള്ള വെലോസിറ്റിയും തന്നിട്ടുണ്ട്. I plus 2j minus 3k അത്രയും മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വർക്ക് ഡൺ കണ്ടെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ എന്നാണ്. ഓക്കെ, അപ്പൊ അതിലെ ഡി ആർ നോക്കുക, അത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, അവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് R2 മൈനസ് R1 ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, R2 R1 എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 7i plus 3j plus 8k minus 5i minus 2j plus 3k. അപ്പൊ നമുക്ക് ഡി ആറിന്റെ എക്സ്പ്രഷൻ കിട്ടും, ദാറ്റ് ഈസ് 12i plus 5j plus 5k. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പൊ ഡി ആർ കിട്ടി, എഫ് കിട്ടി. വർക്ക് ഡൺ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്താൽ മതി, ഡോട്ട് പ്രൊഡക്റ്റ്. സോ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ, എഫിന്റെ എക്സ്പ്രഷൻ എഴുതി, ഡി ആറിന്റെ എക്സ്പ്രഷൻ എഴുതി. സോ എഫ് ഡോട്ട് ഡി ആർ ചെയ്താൽ ബേസിക്കലി ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, വേറെ ടേംസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല. ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0 ആണ്, ഐ ഡോട്ട് കെ ഈക്വൽ ടു 0 ആണ്. സോ 10 × 12 എന്ന് പറഞ്ഞാൽ 120 പ്ലസ് ഇവിടെ 100 മൈനസ് 150. സോ ദാറ്റ് ഈസ് ബേസിക്കലി 70 ജൂൾ. ആൻസർ നമുക്ക് കിട്ടും 120 മൈനസ് 220 മൈനസ് 150 എന്ന് പറയുന്നത് 70 ജൂൾസ് കിട്ടും. അതാണ് വർക്ക് ഡൺ. ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി അറ്റ് ദ പൊസിഷൻ R1 കിട്ടണമെങ്കിൽ ഹാഫ് mv² എടുത്താൽ മതി. അതിലെ ഹാഫ് mv1² ഫസ്റ്റ് പൊസിഷനിലുള്ള വെലോസിറ്റി. അപ്പൊ അവിടുത്തെ വെലോസിറ്റി v1 തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഹാഫ് m ഇൻറ്റു v1 ഡോട്ട് v1, അതാണ് v² എന്ന് പറയുന്നത്. അപ്പോൾ v1 ഡോട്ട് v1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, v1 ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഫസ്റ്റ് പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി k1, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ജൂൾസ്. ഇനി നമുക്ക് സെക്കൻഡ് പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി വർക്ക് എനർജി തിയറം പ്രകാരം W ഈക്വൽ ടു വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി k2 മൈനസ് k1. വർക്ക് ഡൺ 70 കണ്ടുപിടിച്ചു, k1 ഉം 7 കണ്ടുപിടിച്ചിട്ടുണ്ട്. So K2 can be calculated. So K2 equal to 77 joule. Okay. So this is an example of work energy principle. We will stop the class now, and we will continue our discussion in the next class. Okay.